എല്ലാവർക്കും സ്മിത സ്പൈസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കിന്ന് പ്ലം കേക്കിലേക്ക് വേണ്ടുന്ന ഓറഞ്ച് സസ്റ്റിൻ്റെ റെസിപ്പി ചെയ്യാം. അതിനായിട്ട് ഞാൻ 2 ഓറഞ്ച് എടുത്തിട്ട് അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ആ തൊലിയുടെ ഉൾഭാഗത്ത് വൈറ്റ് പാർട്ട് നമുക്ക് ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഒന്ന് കളഞ്ഞെടുക്കാം. അല്ലെങ്കിൽ ഇതിന് ഭയങ്കര കയ്പ്പായിരിക്കും. എല്ലാത്തിൻ്റെയും ആ ഭാഗം നമുക്ക് നന്നായി ചുരണ്ടി മാറ്റിക്കളയാം. അതിനുശേഷം ഇത് മുങ്ങിക്കിടക്കുന്ന തരത്തിൽ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് ഇത് തൊലി അതിലോട്ടിട്ട് വേവിച്ചെടുക്കാം. തൊലി നന്നായിട്ട് വേവിച്ചെടുക്കണം. ഈ തൊലിയുടെ മഞ്ഞ കളറൊക്കെ വെള്ളത്തിൽ ഇറങ്ങുന്ന രീതിയിൽ ഈ പ്രോസസ്സ് 2-3 പ്രാവശ്യം ചെയ്തെടുക്കാം. ഒരു 2 പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ട് ഒരു ഓറഞ്ച് തൊലി എടുത്ത് കഴിച്ച് നോക്കിയാൽ അതിൻ്റെ കയ്പ്പ് നമുക്ക് എത്രത്തോളം പോയിനെന്ന് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി. ഞാനിവിടെ ഇങ്ങനെ 2 പ്രാവശ്യമാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിയുടെയൊക്കെ ഒരു വലിപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വീട്ടിൽ ഒഴിവ് സമയത്ത് ഒരു 2 ഓറഞ്ചിൻ്റെ തൊലി ഇങ്ങനെ ചെയ്തെടുത്ത് വെച്ചാൽ പ്ലം കേക്കിലും ഓറഞ്ച് കേക്കിലും ഒക്കെ ചേർക്കാൻ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് എത്രയുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി പഞ്ചസാരയും പഞ്ചസാരയുടെ പകുതി വെള്ളവുമാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഇത് പഞ്ചസാര പാനി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പഞ്ചസാര പാനി വല്ലാണ്ട് തിക്കാവണ്ട. ഒന്ന് അലിഞ്ഞ ശേഷം തൊട്ട് നോക്കുമ്പോൾ ഒരു പശ പോലെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഓറഞ്ച് തൊലി ഇതിലോട്ട് ഇട്ട് വിളിച്ചെടുക്കാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ ഒരു രീതിയിൽ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിൽ കൂടുതൽ വറ്റിച്ചെടുക്കണ്ട, ക്രിസ്റ്റൽ പോലെ ആയിപ്പോവും. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് ഒരു ബോട്ടിലാറ്റം മാറ്റി വെക്കാം. ആ സമയത്ത് തണുത്ത ശേഷം ഇത് വല്ലാണ്ട് കട്ടിയായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഒന്ന് ഗ്യാസിന് ഫ്ലെയിം കത്തിച്ച് ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പം നമുക്ക് നന്നായിട്ട് ഇളകി കിട്ടും. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. താങ്ക് യു.